And to this day, I am a testimony to the Lord. വലിയവനായ ദൈവം ചെയ്ത നന്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. And I give thanks to God, the great one who has done great things. നല്ല അഭ്യസനം നമുക്ക് നൽകുന്നത് ദൈവമാണ്. The one who gives us great training is God. ദൈവത്തിൽ നിന്ന് വേണം നല്ല അഭ്യസനം പ്രാപിക്കേണ്ടത്. It is only with God that we must seek that training. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. That is why the psalmist says, my rock, my God is to be highly exalted. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. He trains my hands for warfare and my fingers for the battle. നമ്മെ നല്ല അഭ്യസനം, He gives us good training. നല്ല അഭ്യസനം നൽകി സഹായിക്കുന്നത് ദൈവമാണ്. It is God who gives us good training and helps us. ഞാൻ ഒരു സഭയിൽ സ്ഥലം മാറിച്ചു. In my church, കായംകുളമാണ്. it is in a city called Kayagulam. അവിടെ ചെന്നപ്പോഴേ ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് എന്തോ ഒക്കെ കോലാഹലങ്ങൾ അവിടെ കാട്ടിക്കൂട്ടി. When I went there, I noticed many things that were labeled as the works of the Holy Spirit. പ്രാർത്ഥിച്ച് പാട്ടങ്ങോട്ട് ആരംഭിച്ചു കഴിയുമ്പോൾ When they prayed and began to sing, ഒന്ന് രണ്ട് സഹോദരിമാര് മുട്ടുകാലിലങ്ങ് എഴി. one or two sisters will begin to move on their knees. അവിടെ കസേരയിലല്ലായിരുന്നു, തറയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് എഴയുമെന്ന് പറഞ്ഞത്. The reason I said that they were moving on their knees is because there were no chairs, they were on the ground. ചില സഹോദരന്മാര് ആത്മാവിലാണെന്ന് പറഞ്ഞ് അങ്ങ് ചാടി എഴുന്നേൽക്കും. Some brothers will say that they are in the spirit and they will jump up. ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നും കൊണ്ട് വട്ടം കറങ്ങും. And they will basically run circles on one foot. അവിടെ നിന്ന് ഹോളിൽ നിന്ന് ചാടി കുളിമുറിയിൽ പോകും. They will run up out of the hall and go into the neighboring room. പിശാച് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ശാസിക്കും. And they will say Satan is in that room and they'll begin to rebuke. അവിടെ നിന്ന് ചാടി അടുക്കളയിൽ വരും. They will run from there and enter the kitchen. അടുക്കളയിൽ വന്ന് ശാസിക്കും. And they'll begin to rebuke in the kitchen. തിരിച്ച് സഭാഹോളിൽ വരും. Then they'll come back into the fellowship hall. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവർത്തനമാണെന്നും പറഞ്ഞ് എന്തോ ഒക്കെ അവരെ കാട്ടിക്കൂട്ടുക. And they would do many such things, labeling it the work of the Holy Spirit. ഇത് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിന് വളരെ വേദനയായി. When I saw this, my heart began to ache. കാരണം ദൈവവചനത്തിൽ നിന്ന് ഞാനത് പഠിച്ചിട്ടില്ല. Because I have not read this in the Word of എൻ്റെ God. ജീവിതത്തിൽ ഞാനത് അഭ്യസിച്ചിട്ടില്ല. I have not practiced this in my life. അപ്പോൾ നല്ല അഭ്യസനം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. So we must receive good training from God Himself. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ദൈവപരിജ്ഞാനമുള്ളവരായിരിക്കണം. Those that worship God must have the discernment of God. കർത്താവ് അതിനാവശ്യമായ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that may the Lord give us that grace and that blessing poured upon us. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ വാക്യം വായിക്കുന്ന കൊച്ചു വന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാരണം പറഞ്ഞത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും വാക്കുകളെ പ്രമാണിക്കുന്നവനും ആരാ? ഭാഗ്യവാനാ. He who teaches the words of the prophecies, the one who listens and the one who performs it is blessed. ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളണം. One more thing you must remember. ദൈവവാക്യമേ എന്നിൽ നവ്യമാക്കണേ, ദൈവവാക്യം കേട്ടുവിട്ടും ശിക്ഷയാകല്ലേ. കേൾക്കുന്ന പ്രിയപ്പെട്ടവര് വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. Those that are listening to the word of God must listen with ദൈവവചനം utmost കേട്ടിട്ട് concentration. ശിക്ഷിക്കപ്പെടരുത്. Do not be judged having heard the word of God. സകല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. All blessings come forth from God. വിദ്യാഭ്യാസം തന്നത് ദൈവമാണ്. God gave us the education. നല്ല നല്ല ജോലികളൊക്കെ തന്നത് ദൈവമാണ്. Your good jobs came from God. നാം ഇന്നയോളം അനുഭവിക്കുന്ന എല്ലാ നന്മയും ദൈവം തന്നതാണ്. All the blessings that we are enjoying to this day are from God. പക്ഷേ ഭൗതികമായിരിക്കുന്നതിൽ ആശ്രയം വെച്ച് നശിച്ചു പോകല്ലേ പ്രിയമുള്ളവരെ. But do not put your hope on the things of this world and perish away. അതെ, യോന നിനവയിൽ ചെന്നു. Jonah went to the city of Nineveh. നിനവയിൽ ചെന്നപ്പോൾ ചെന്ന വിവരമൊന്നും ഞാൻ പറയുന്നില്ല. എന്നെക്കാൾ പ്രസംഗിക്കാൻ അറിയാവുന്ന പുള്ളികൾ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. I'm not getting into the details. There are much great preachers in this room. കാരണം എന്നേക്കാൾ പ്രായമുള്ള വ്യക്തിയായിരുന്നു ജോർജ് സാറിൻ്റെ പിതാവ്. George sir's father was older than I was.
അവരൊക്കെ ആ, വളരെ വളരെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പിൻതലമുറയ്ക്ക് കൈമാറിയതാണ്. These great men of God received great blessings from God and handed it over to the following generations. അതുപോലെ ഇവിടെ ആ മാതാവ് കടന്നു വന്നിട്ടില്ലയോ, ഇടിക്കളയച്ചാൻ്റെ വൈഫ്? ഓക്കെ ഓക്കെ ഓക്കെ. ഇടിക്കളയച്ചാന് അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. My wedding took place when Idikalachayan was in അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. he has come to my home. വളരെ ശാന്തനായ ഒരു ജീവിതമായിരുന്നു. He was a very peaceful life leading man. പിൻതലമുറയെ ദൈവം അനുഗ്രഹിച്ചത് അവരുടെയൊക്കെ നന്മയാണ്. God was able to bless the following generations because വളരെ of their പ്രാർത്ഥിക്കുകയും വളരെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്ത വ്യക്തികളാണ് അവരൊക്കെ. They were very powerful, prayerful people who അത് did ഓർത്ത് great ഞാൻ things. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. And I praise God with thanksgiving. എന്നാൽ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന വ്യഥയുടെ മുൻപിൽ ദൈവം നമുക്ക് ചെയ്യുന്ന നന്മ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണ്. All the good things that God does through people is unto the glory of God. അപ്പോൾ യോന നിനവയിൽ ചെന്നു. So Jonah went to Nineveh. എരിപൊരിയുന്ന വെയിലത്ത് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് താൻ സുവിശേഷം പ്രസ്താവിച്ചു. And he began to proclaim the good news of the kingdom of God throughout the city of Nineveh. വളരെ വേദനയും ഭാരവും എന്ന് തോന്നിയത് കൊണ്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ആശ്വാസത്തിനു വേണ്ടി ഒരു ആവണക്ക് അതെ കിളിപ്പിച്ചു. Because he was going through much suffering and turmoil, God caused a tree to blossom out. ആവണക്ക് തലയ്ക്ക് മീതെ വളർന്നപ്പോൾ തനിക്ക് ആശ്വാസമായി. വെയിലിൽ നിന്നും അതേ ചൂടിൽ നിന്നും ഒക്കെ രക്ഷപ്രാപിപ്പാനുള്ള ഒരു മാർഗം. And as that tree began to blossom out, he was able to find refuge from the heat ആ of the sun. മാർഗത്തിൽ താൻ വളരെ ആശ്വസിച്ചു. And he began to put his refuge onto that tree. അങ്ങനെ ആ മാർഗത്തിൽ വളരെ ആശ്വസിച്ചിരിക്കുമ്പോൾ ദൈവം വിചാരിച്ചു ഇവനെ ഒന്ന് ഇളക്കണം. And as he was resting in the refuge of that tree, God decided, I need to shake things up. ഇവനെ ഇളക്കുവാൻ ദൈവത്തിന് വലിയ പട്ടാളവും ഒന്നും വരണ്ട. To shake him, you don't need to bring a big army. വലിയ സൈന്യത്തിന്റെ ആവശ്യവുമില്ല. There is no need for a great army. ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വന്നാൽ അത് നിറവേറ്റുവാൻ ഒരു പുഴു മതി, ഒരു പുഴു. If the judgment of God is sent upon you, to fulfill that, a small worm is enough. അതുകൊണ്ട് ദൈവം തന്ന ആശ്രയത്തിന്റെ മേൽ ആശ്വസിച്ചിരിക്കല്ലേ ദൈവമക്കളെ. So children of God, do not put your hope on the refuge and the provisions that God has given you. ദൈവം തന്ന ആശ്വാസം അനുഗ്രഹമെന്ന് കരുതി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. No, recognize that the refuge is a blessing from God and give God the glory. നാം അതിനുവേണ്ടിയാ വന്നിരിക്കുന്നത്. That is why we have come. നമുക്ക് വായു തന്നത് എന്തിനു വേണ്ടിയാ? Why did God give us a mouth? നമുക്ക് വാ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ ദൈവം? Why has God given us a mouth? എന്തോ പറഞ്ഞു? അവനത് അത്രയും പറഞ്ഞല്ലോ. നമുക്ക് വാ തന്നിരിക്കുന്നത് എന്തിനാ? Why has God given us a mouth? ചിക്കൻ വിഴുങ്ങാനാണോ? Is it to swallow things? അതിന് മാത്രമാണോ? Is it just that? എന്തിനു വേണ്ടിയാ വാ തന്നിരിക്കുന്നത്? Why has he given us a mouth? എന്നാ ഒന്ന് വായിച്ചു കൊള്ളുക. So let us read റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിരുമോളെ. Romans chapter 10 and verse 9. വാ തന്നിരിക്കുന്നത് എന്തിനാണെന്ന്? Why did God give us a mouth? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാനാ വാ തന്നിരിക്കുന്നത് കേട്ടോ. That you ചിക്കൻ confess, മാത്രം വിഴുങ്ങാനാണെന്ന് വിചാരിക്കരുത്. that if you confess with your mouth that the Lord is സംസാരിക്കാനല്ല Jesus. ദൈവം വാ തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്ക്, ഇവിടെ അല്ലല്ലോ പ്രസംഗിക്കുന്നത്, ഇങ്ങോട്ടല്ലേ. അപ്പോൾ ദൈവം വാ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? സംസാരിക്കാൻ മാത്രമല്ല, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ സാക്ഷിക്കുവാൻ. ആ വേദഭാഗം ഒന്നുകൂടെ വായിരുഞ്ഞേ. വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും
ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മോനെ, രക്ഷിക്കപ്പെട്ടോ? എങ്ങനാ മോൻ രക്ഷിക്കപ്പെട്ടെ? ഓക്കെ താങ്ക് യു മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വായ് കൊണ്ട് ഏറ്റു പറയണം. So we must confess with our mouth. That is why God gave us a mouth. We have come to worship God. God did not give us His word to come to worship and to keep our mouth closed. God has given us a mouth to be a testament. Is it just to be a witness? 71-ാം സങ്കീർത്തനം 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. അല്ലേ മോളെ? വേദഭാഗത്തല്ലേ? 71-ന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വാ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും. അപ്പോൾ ദൈവത്തെ കുറിച്ചാണ് പ്രശംസിക്കേണ്ടത്. Let my mouth വാ നിറച്ച് ദൈവം തന്നിട്ടുണ്ട്. നിന്റെ വായ തുറന്നാ മതി. Let my mouth be filled with your praise and with your glory all the day. നിന്റെ വായൊന്ന് തുറന്നാ മതി. ദൈവത്തെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുക. God has given us a mouth to proclaim His glory. എന്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ. ദൈവത്തെ കുറിച്ച് മാത്രം. അയ്യോ, ദൈവത്തെ കുറിച്ച് പറയുവാൻ സമയമില്ല. Sometimes we don't have time to talk about God. വളരെ ചുരുക്കമാ സമയം. We have very short times. അത് വെളിയിലോട്ട് ഇറങ്ങിയാൽ മണിക്കൂറുകൾ പോകുന്നു അറിയില്ല. But when we go out, we don't recognize hours passing by. We spend time for so many things. വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ ചവിട്ടി തേച്ചേ പോവുള്ളൂ. പറഞ്ഞേ ഇതൊക്കെ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരാ പറയാനിരിക്കുന്നത്? പറഞ്ഞാട്ടെ, മുഴുവൻ ചവിട്ടി തേച്ചേ പോവുള്ളൂ. After finishing a prayer meeting in that house, we only leave after finishing all the topics of conversation. The children are sitting there. There is nothing there. But our glory must be about God alone. That without that, speak nothing else. After a prayer meeting is over, with that blessing, go home. You do not leave any blessing behind. It is not why God has called us there. Hallelujah. The word of God says we have been called to be a witness, to worship God. ഞാനൊന്ന് ഓർത്തോട്ടെ. ദൈവത്തിന് സ്തോത്രം. 40-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. പിന്നെയും വാദാന്തിരിക്കുന്നത് എന്തിനാണെന്ന്. എങ്ങനെ? He has put a new song in my mouth. പുതിയൊരു പാട്ട് തന്നു. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അപ്പോൾ ദൈവത്തെ അത് നമുക്ക് വാ തന്നിരിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ. So he has given us a mouth to sing and praise God. ദൈവത്തെ കുറിച്ച് സാക്ഷിക്കുവാൻ. To witness unto the Lord. To worship the Lord. And to sing a song unto the Lord. We must use our mouths for this purpose. Hallelujah. Only then can our gatherings be blessed. I praise the Lord with thanksgiving. We have gathered here to worship the Lord. Let us not lose this opportunity. Let us use the mouth that God has given us. He has given it to worship God, to praise God, to sing a song unto the Lord. Hallelujah. അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരു സന്തോഷം തോന്നിയ പാട്ടിന്റെ ഈരടികൾ അത് പൊന്തി വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടാം. പഴയ പാട്ടാ. പാടും ഞാൻ പരമേശ
സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പരമേശനു സതതാ അത്രയും മല്ലാശീർവാദം. ആമേൻ, ഹല്ലേലൂയ. കാത്തിരുന്ന കാലമതിങ്കൽ അത്രയും മല്ലാസവാദമൊക്കെയും ലഭിച്ചിടുവാനാർത്തി പൂണ്ടു കാത്തിരുന്ന കാലമാതിങ്കൾ ഓ വാർത്തിയെ തീർത്തവനെ ഞാൻ ആമേൻ. ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ അറിഞ്ഞവൻ തന്റെ വാർത്തയെ എനിക്കേകിയതാൽ പാടും ഞാൻ ആമേൻ. പരമേശനോ സതതം എന്റെ പാപമെല്ലാം പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനോ സതതം. ആർത്തി അറിഞ്ഞ് നമുക്ക് ദൈവം തന്നതാണ്. God has given us his great blessings. എന്തായിരുന്നു നമ്മുടെ ആർത്തി? What is our glory? സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. The psalmist says, I waited upon the Lord. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. I waited patiently for the Lord. കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. Praise the Lord. Amen. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞാണല്ലോ നമ്മെ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. God saw the desires of our heart and brought അതോർത്ത് us ഞാൻ thus എൻ്റെ far. ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God for that. നാശകരമായ കുഴിയിൽ കിടന്ന, He brought me out of the horrible pit, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന from the miry clay. നമ്മെ അവന്റെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയത് He brought us into his great presence. നമ്മുടെ ആരുടെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. It is not because of the merit of any one of us. നമ്മുടെ ആരുടെയും അതേ പ്രതാപത്തിന്റെ വെളിച്ചത്തിലല്ല. It is not based on the qualification or standing of any one of us. ദൈവമുൻപാകെ ഒന്നും പറയുവാനില്ല. We have nothing to boast of in his യെശയ്യാവ് presence. പറയുന്നത് പോലെ അത് ഏതെങ്കിലും ഗുണവിശേഷങ്ങൾ പറയുവാനുണ്ടെങ്കിൽ കറമുറണ്ട തുണി പോലെ ഉള്ളൂ. Is there anything to boast of? We have nothing to boast കറമുറണ്ട of. തുണി എന്ന് ദൈവത്തിൽ കൊടുത്തിരിക്കുന്നത് ആ തുണി പിന്നെ അത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. We are like a rag cloth that cannot be used for anything. ഹീനമായിരിക്കുന്ന അവസ്ഥയിൽ We are completely in a horrible, miserable state. ദൈവം സ്നേഹിച്ചല്ലോ. But God loved us. അവന്റെ സ്നേഹമാണ് അത് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വരുവാനിടയായത്. It is his love that has brought us into his presence this morning. പുത്രനെ അവൻ ആദരിച്ചില്ല. He did not care for his own son. നമ്മെയാണ് പിതാവായി ദൈവം സ്നേഹിച്ചത്. But the Father God loved us greatly. Hallelujah. നമ്മുടെ ജീവിതം എവിടെയായിരുന്നു? കുഴഞ്ഞ ചേറ്റിൽ. Where was our life? It was in the horrible miry clay. അന്ധകാരത്തിലായിരുന്നു. It was in darkness. എന്നാൽ ദൈവം പത്രോസ് പറയുന്നത് പോലെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. But as Peter says, he has brought us into the marvelous light. ഒന്ന് പത്രോസ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തൊരു ഭാഗ്യമാണ് ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. What a great privilege God has given to us. Hallelujah. ദൈവം തന്ന വലിയ ഭാഗ്യം നാം അഗണ്യമെന്ന് വിചാരിക്കരുത്. Let us not make light of this great privilege that he has given us. ഒരിക്കലും ഒന്നല്ല. It is not light in the presence of God. യേശുവിന് ജന്മനാ അതേ ജ്യേഷ്ഠാവകാശത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. Esau had the rights of the firstborn son as the heir. എന്നാൽ ആ അനുഗ്രഹങ്ങളെ അവൻ പുച്ഛമായി തള്ളി. But he made light of his birthright. അവന്റെ അനുജനോട് ശപഥം ചെയ്തു. And he made a deal with his brother. അതേ മരിക്കുന്നതിനേക്കാൾ നല്ലത് പായസം കുടിക്കുന്നതാണെന്ന് വിചാരിച്ചു. He thought it is better for him to drink the stew than to die. ഈ അബദ്ധം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. But we need to understand the mistake that he made. പിന്നീട് അവന്
മാനസാന്തരം ഉണ്ടായില്ല. Even though he received it, he had no repentance. കേടപേക്ഷിച്ചിട്ടും അവന് നന്മയുണ്ടായില്ല. Even though that he experienced the danger, he had no goodness. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. He could not receive the blessing. അവസരമാണ് ദൈവം നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നത്. But God has given us a great opportunity. ദിവസമാണ്. Today is the day of salvation. പ്രസാദകാലമാണ്. This is the time of deliverance. നല്ല പകൽക്കാലത്തിൽ, In this morning, blessed time, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനത്തിൽ, on the first day of this week, ദൈവസന്നിധിയിലേക്ക് കൂടി വന്ന ദൈവമക്കളെ, people of God who have gathered here in the presence of God, അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നിസ്സാരമെന്ന് വിചാരിക്കല്ലേ. let us not make light of the blessings prepared for us by God. അത് വിലയേറിയതായി നാം കരുതിക്കൊണ്ട്, Let us count them as highly valuable. ഹൃദയംഗമായി മഹത്വപ്പെടുത്തണം. Let us worship God with all our hearts. ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കണം. Let us worship and praise God with all our hearts. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. God is among us this morning. മുൻകച്ച കെട്ടിയവനാണ്. He is a God who has the golden belt around his waist. അത് പൊന്നിലുൾക്കുൾ ഏന്തിക്കൊണ്ട്, He is holding the golden lampstands. സഭാമധ്യത്തിൽ അവൻ ഉലവാവിക്കൊണ്ടിരിക്കുന്നു. And he is hovering in the presence of the congregation. സകലഹൃദയങ്ങളെയും ദൈവം അറിയുന്നുണ്ട്. And he sees all the hearts of the room today. ഇരിക്കുന്ന സകല വ്യക്തികളെയും ദൈവത്തിന് അറിയാം. And God knows every single one of you personally. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവുമില്ല. There is nothing that is hidden from the Lord. നന്നായി ദൈവത്തിന് നമ്മുടെ അവസ്ഥ അറിയാം. God knows our situation very well. സങ്കീർത്തനം വായിക്കുമ്പോൾ, When we read Psalm 101, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ അറിയുന്നു. എന്റെ വഴികളെയൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Hallelujah. എല്ലാം ദൈവത്തിന് അറിയാൻ പ്രിയമുള്ളത്. God knows every single thing. ദൈവത്തിന്റെ വഴി അനുഗ്രഹത്തിന്റെ വഴിയാണ്. His ways are the ways of blessing. ദൈവത്തിന്റെ വഴിയാണ് അത് തികവിലേക്ക് നടത്തുന്നത്. It is his ways that leads us to completion. ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, Colossians chapter 4 and verse 12. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ 12-ാം വാക്യമാണോ മോളെ? എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെ നിൽക്കണം? How must we stand? ആള് കളിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. Colossians chapter 4 verse 12. നിന്റെ പ്രതാപം കാണിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ദൈവമുൻപാകെ. God has not called us to show off our greatness. നീ വലിയവനായി വെളിപ്പെടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God does not desire for you to be shown off as a great person. ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച്, it is written here, according to the will of God, to have completeness in all the will of God. ദൈവഹിതമാണോ എന്ന് നമ്മൾ ചിന്തിച്ചോണം കേട്ടോ. So we must discern, is it the will of God? അത് ഒരു വാക്ക് പറഞ്ഞാലും ദൈവഹിതമാണോ എന്ന് ചിന്തിച്ചോണം. Even if it is a single word uttered, we must know, is this the will of God? എന്ത് കാര്യം ചെയ്താലും ദൈവഹിതമാണോ എന്ന് ചിന്തിച്ചോണം. In every act we perform, we must know, is this? തികഞ്ഞവരായി നിൽക്കുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. If we don't consider that if it is the will of God, we cannot stand in completion. We must be displayed as perfect and complete. What is the reason? Book of Job. Chapter 13. Verse 27. എന്റെ കാൽ നീ ആമത്തിലിട്ടു, എന്റെ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നു. എന്റെ നടപ്പെല്ലാം കുറിച്ചു വെക്കുന്നു. ശ്രദ്ധിച്ചോണേ, ദൈവം തമ്പുരാന് മോശക്കാരനൊന്നും അല്ല കേട്ടോ. Our God is not an evil man. ശ്രദ്ധിച്ചോണം. Hallelujah. Listen. എന്റെ നടപ്പെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം കുറിച്ചു വെക്കുന്നു. The Bible says, you set a limit for the soles of my feet. നാം ഓർത്തോണം, ദൈവം നമ്മുടെ നടപ്പെല്ലാം കുറിച്ചു വെക്കുന്നു. He watches closely all our paths. എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. We are standing before a God who sees all things. നമ്മുടെ നടപ്പെല്ലാം
കുറിച്ചു വെക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. We have come before a God who watches കാരണം closely ദൈവം all our ന്യായം paths. വിധിക്കുന്ന ദൈവമാണ്. Because our God is a God of judgment. അത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. In the book of 2 Corinthians chapter 5 അവനവൻ and verse 10. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് Every work that you have done in the flesh, നല്ലതാകലും തീയതാകലും whether it is good or അതിന് evil, തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് according to the reward, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാണ്. we will stand before the judgment seat of God. 10-ാം വാക്യം വായിക്കാം. One more time, uncle. റോമാലേഖനം 14-ാം അധ്യായം Romans chapter 14 10-ാം വാക്യം verse 10. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നീ വിധിക്കരുത്. നീ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിയെ ധിക്കരിക്കരുത്. നാം എല്ലാവരും ദൈവത്തിന്റെ നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാണ്. പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ ഓർമ്മിപ്പിക്കുവാനുണ്ട്. There are many things to be reminded of this morning, but do not condemn your brother. We have 5 more minutes. 5 minutes ഉള്ളൂ. 5 minutes ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കേ. 5 മിനിറ്റ് കൂടെ ഉള്ളെന്ന് പിന്നെ പഴഞ്ചന്താ തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ നാം വായിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാ. നിൽക്കുമ്പോൾ 50-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഈ കുറിച്ചു വെച്ചതെല്ലാം നിരത്തി വെക്കും കേട്ടോ. So we read there that we all have to stand before the judgment seat of God, and in Psalm 50 we read that every works are detailed. ഈ കുറിച്ചു വെച്ചതെല്ലാം നിരത്തി വെക്കും. 50-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ശാന്തനാ, കുറിച്ചു വെച്ച ശാന്തത കാണിക്കുക. എല്ലാ നാളും ഈ പോക്ക് പോകുമെന്ന് വിചാരിക്കല്ലേ പ്രിയമുള്ളവരെ. Do not assume that every day will continue to roll by. ദൈവത്തിന് സ്തോത്രം. ഹൂസ്റ്റണിൽ ട്രൂ ലൈനിൽ കൂടുന്ന ഒരു പ്രിയ സഹോദരൻ. There is a man of God who gathers in True Light in Houston. അവന് പുനലൂരിനടുത്ത് പ്രവന്തൂർ TPM കൂട്ടായ്മയിൽ കൂടുന്ന സഹോദരനായിരുന്നു. He was a man who belonged to the TPM church. അവന്റെ അമ്മ അടുത്ത കാലത്ത് ഇവിടെ വന്നേച്ച് നാട്ടിൽ ചെന്നു. After that he came here and went to India. അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. അമ്മ മരിച്ചുപോയി. His mom got sick and passed away last week. എന്നാൽ ഈ മകന് പോകാൻ കഴിയുന്നില്ല. But this daughter could not go. വളരെ ചെറുപ്പമാണ്. Very young. അവന്റെ നല്ല യൗവനത്തിൽ അവനെ ഒരു ദുർവ്യാധി പിടിപെട്ടു. In his young age there was a disease that took hold of him. ക്യാൻസർ ആണ്. It was cancer. കീമോ കഴിഞ്ഞു. After chemo, സഹായത്തോടു കൂടെ വേണം അത് നിലകൊള്ളാൻ. he needs to have much help to even stand up. അവന്റെ അമ്മ മരിച്ചിട്ട് കടന്നു പോകുവാൻ കഴിഞ്ഞില്ല. ഏക മകനേ ഉള്ളൂ. After his mother's passing, he could not even go there. He's the only son. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊന്നും നമുക്കറിയുവാൻ കഴിയുകയില്ല. We have no knowledge of what will happen at any point in time. നാം ദൈവത്തെ വളരെ സ്നേഹിക്കുന്നവരായിരിക്കണം. We must be people that greatly love the Lord. മരണം എപ്പോഴും വരാം. Death can come to any one of us anytime. But even then, let there not be any shortage to the hope. We must reach the presence of God. So we must understand that judgment is present. There are books that the Lord will use to judge us just like us in a court. Before the judge is the book of law. This Bible is one of the books of the law that is present before the Lord judge. ദൈവവചനത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ കൊച്ചു പോയെന്ന് തോന്നുന്നു. ഞാൻ ബന്ധപ്പെടുത്തുന്നോണ്ടായിരിക്കും. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. Romans chapter 2 verse 14. എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, according to the gospel on the day of judgment.
മറ്റൊന്നുമല്ല ദൈവമായ കർത്താവ് അത് എടുക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം തന്നെയാ കേട്ടോ. When the Lord judges us, it is no other book except the book in our hands. ഒന്നുകൂടെ വായിച്ചാൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്റെ സുവിശേഷ പ്രകാരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. The Bible says according to this gospel. നമ്മുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ ആയിരിക്കും നമ്മെ ന്യായം വിധിക്കുന്നത്. It is the Bible that we hold in our hands that will judge us. കൊടുത്തിട്ടുണ്ട്, ഞാൻ അതുകൂടെ ഓർമ്മിപ്പിക്കാം. One more thing that is written there. സമയമില്ലാത്തത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. ഒരു പദം കൂടെ കൊടുത്തിട്ടുണ്ട്, സകല രഹസ്യങ്ങൾക്കും. There is one more word there, all the hidden things. അല്ല, പ്രവൃത്തികൾക്ക് ഉണ്ട്, വാക്കുകൾക്കുണ്ട്, ആലോചനകൾക്കുണ്ട്, ഇതിനെല്ലാം ദൈവവചനത്തിൽ വ്യവസ്ഥയുണ്ട്. It is for your works, your words and even your thoughts. അതൊക്കെ നിൽക്കട്ടെ, പക്ഷേ സകല രഹസ്യങ്ങളും. Let all that be aside, but ഈ even the രഹസ്യം hidden things. പറച്ചിലുണ്ടല്ലോ, വളരെ സൂക്ഷിച്ചോണം. You know about secrets, they must be held. ദിവസത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. You must give an account on the day of judgment. തമ്മിൽ സംസാരിച്ചു. The brothers of the Lord, ശ്രദ്ധ വെച്ചു കേട്ടു എന്ന ദൈവവചനത്തിൽ വായിക്കുന്നത്. were speaking with one another and the Lord was keenly listening to them. യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നവനാ. He is a keen listener. മറ്റാരും കേട്ടില്ലെങ്കിലും ദൈവം തമ്പുരാൻ കേൾക്കുന്നവനാണ്. Even if no one else സകല listens, രഹസ്യങ്ങൾക്കും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണം കേട്ടോ. God is listening. Every secret must be accounted വാക്കുകൾക്ക് for. കൊടുക്കണം. For every work, നിന്റെ പ്രവൃത്തികൾക്ക് കൊടുക്കണം. for your words, നിന്റെ ആലോചനകൾക്ക് കൊടുക്കണം. even for your thoughts, നിന്റെ സകല രഹസ്യങ്ങൾക്കും കണക്ക് കൊടുക്കണം. even for all your secrets. ദൈവം വിടുകയില്ല. God will not leave you alone. ഇതെല്ലാം ദൈവം കുറിച്ചു വെക്കും. ദൈവം കുറിച്ചു വെക്കും. God will note all of these things. അത് നിന്റെ മുൻപിൽ നിരത്തി വെക്കുന്ന സമയമുണ്ട്. And there is a moment where it will be brought before you. Then we have to give an ഇന്ന് account. പകൽക്കാലം ദൈവസന്നിധിയിൽ വന്ന നാം ദൈവത്തെ ആരാധിച്ചുവോ, ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിച്ചുവോ എന്ന് കണക്ക് കൊടുക്കണം. This morning as we have come to worship, did we worship God? Did we glorify God? We have to give an account. ന്യായവിധി ദിവസത്തിൽ ധൈര്യത്തോടുകൂടെ ആയിരിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ. May the Lord give us grace to be confident on അതിനായി the day നമുക്ക് of ദൈവകരങ്ങളിൽ judgment. നമ്മെ തന്നെ ഏൽപ്പിക്കാം. Let us surrender before the Lord പല this morning. കാര്യങ്ങളും ഓർമ്മിക്കുവാൻ താല്പര്യമുണ്ട്, ഹൃദയത്തിൽ അത് പൊന്തി വരുന്നുണ്ട്. എന്നാൽ സമയക്കുറവുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Many more things to say, but I cut my words short here for the sake of time. ഇത്രത്തോളം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം ആക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for enabling me to stand here. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസത്തിൽ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കടന്നു പോകും. God willing, I'll be leaving this place in the next day. പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. I remind you to please pray for me and I cut my words here. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് അറിയാവുന്ന ഈ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം.